6000 പ്രാവശ്യം ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്യാൻ പറ്റിയ ലിഥിയം ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ 1500 പ്രാവശ്യം ചാർജിങ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ബാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 6000 പ്രാവശ്യം ചാർജിങ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയ 6000 സൈക്കിളുള്ള ബാറ്ററി. ഇതാണ് നമ്മുടെ SPS കമ്പനിയുടെ ലൈഫ് PO4 48 വോൾട്ട്. അതായത് 4 ബാറ്ററി ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ ഗുണമുള്ള ഈ ഒരു ലിഥിയം ബാറ്ററി. ഈ ബാറ്ററിയുടെ ഫ്രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്കർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഓൺ ആക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്കിത് കണക്റ്റ് ആവണത്, അതായത് ബാറ്ററി ഓൺ ആവണത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. അതാണ് പറിച്ചളഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. പറിച്ചളയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ നമുക്ക് ഞെക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ നമുക്കിവിടെ ഓൺ ആവണതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോസിറ്റീവ് ടെർമിനലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് ടെർമിനലുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. 5 വർഷമാണ് നമുക്കിതിന് വാറണ്ടി വരുന്നത്. അതുപോലെ നമുക്കിതിൻ്റെ സൈക്കിൾ നോക്കുകയാണെങ്കിൽ 6000 പ്രാവശ്യം നമുക്കിത് ചാർജിങ് ഡിസ്ചാർജിങ് നടത്താനായിട്ട് സാധിക്കും. അതായത് 6000 പ്രാവശ്യം നമുക്ക് ഈ ഒരു ഇതിൻ്റെ സൈക്കിളുണ്ട് ഈ ഒരു ബാറ്ററിക്ക്. നമ്മുടെ സാധാരണ ബാറ്ററിക്ക് 1500 ഒക്കെയാണ് ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഉള്ളെങ്കിൽ ഇതിന് 6000 പ്രാവശ്യം നമുക്ക് ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് 100 ആംപിയർ ഡിസ്ചാർജ് നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് പറ്റും. 50 ആംപിയറിൽ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. 51.2 വോൾട്ടാണ്. സെല്ല് വന്നത് 16 സെല്ലാണ്. അതിൻ്റെ സീരിയൽ നമ്പറും ബാർകോഡിങ്ങുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.